വീണ്ടും നമ്മൾ പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ഇപ്പോൾ വീണ്ടും ട്രംപ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അദ്ദേഹം കൂടുതൽ പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രതികരണം വന്നിരിക്കുന്നത്. അഫ്താബ് റഹ്മാൻ ചേരുന്നു. അഫ്താബ്, ഇപ്പോൾ വീണ്ടും ട്രംപ് ചില പ്രതികരണങ്ങൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ച് തന്നെയാണോ? ഒപ്പം നമ്മൾ ഇത് സംസാരിക്കുന്ന ഈ നിമിഷവും ഇറാനിൽ ശക്തമായ ആക്രമണമാണോ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതിൽ അദ്ദേഹം പറയുന്നത് ഈ ആഴ്ച ഏറ്റവും നിർണായകമാണ് എന്ന് മാത്രമല്ല, അടുത്ത ആഴ്ച അതിഗംഭീരമായ ഏറ്റവും ഗ്രേറ്ററായ ഒരു ആഴ്ചയായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടുതലായി അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കൂടി അദ്ദേഹം എടുത്തുവെച്ച് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടിലൊന്ന് സംഭവിക്കാൻ ഇടയുണ്ട്. അതായത് ഇന്നിപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് പ്രകാരമാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ചർച്ചകളിലേക്ക് പോകുമോ എന്ന് നമ്മൾക്ക് ഈ സമയം വേണമെങ്കിൽ സംശയിക്കാം. ഇന്ന് വൈകുന്നേരം ട്രംപ് ആദ്യം സംസാരിച്ച സമയത്തും അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ താനൊന്നും കൂടുതൽ പറയുന്നില്ല, അവർക്ക് ഞങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, വൈറ്റ് ഹൗസിലേക്ക് വരാൻ അവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ തൊട്ടു പിന്നാലെ ഇറാൻ അത് വൈറ്റ് ഹൗസിലേക്ക് വരാൻ തങ്ങൾ സന്നദ്ധത അറിയിച്ചു എന്നുള്ള തരത്തിൽ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അവർ ചർച്ചയുടെ കാര്യം പൂർണ്ണമായി നിഷേധിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ യുദ്ധം ആരംഭിച്ച മുറക്ക് തന്നെ ഖത്തർ മുഖേനയും ഒമാൻ മുഖേനയും ഈ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ അടഞ്ഞിട്ടില്ല എന്നുള്ള വിവരങ്ങളും, ഒപ്പം തന്നെ ഈ യുദ്ധം കൂടുതൽ പടരുന്നത് ഒഴിവാക്കാനുള്ള സാധ്യതകളും ഇറാൻ നിരന്തരം എന്നോണം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് യുഎസും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ വരുന്നത്. ഇതിന്റെ വരികൾക്കിടയിൽ വായിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ. കാരണം ട്രംപിന്റെ നീക്കങ്ങൾ അപ്രവചനീയമാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ തന്നെ നമ്മൾ ചർച്ചയിലേക്ക് നീങ്ങുകയാണ്, ഒരു പക്ഷേ ഉടനടി നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് പൊടുന്നനെ ഇറാനിൽ അവർ ആക്രമണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ട്രംപിന്റെ കാര്യം പൂർണ്ണമായിട്ട് നമുക്ക് പ്രവചിക്കുക സാധ്യമല്ല. എങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വാക്കുകളും ഇന്ന് വൈകുന്നേരമുള്ള അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും അനുസരിച്ചാണെങ്കിൽ ഒരു പക്ഷേ ഇറാനുമായി സംസാരത്തിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ പറയാം.